ഏറ്റവും വേണ്ടപ്പെട്ടവർ വഞ്ചിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അവരോട് ആ നേരം തോന്നുന്ന വികാരം ഒരിക്കലും ദേഷ്യമായിരിക്കില്ല, മറിച്ച് സങ്കടമായിരിക്കും. എന്നാലും നീ ഇതെന്നോട് ചെയ്തില്ലേ എന്നൊരു ചോദ്യം സങ്കടത്തിന്റെ ആഴക്കടലിൽ എത്തിക്കുന്ന ഒരു ചോദ്യം. അവിടെ നഷ്ടമാകുന്നത് വിശ്വാസമാണ്. ജീവൻ വെടിയും വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ, ഒരു നിമിഷം കൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, അവിശ്വാസത്തിന്റെ മതിലുകൊണ്ട് നമ്മളെ അവരിൽ നിന്നും വേർതിരിക്കുന്നു. കാമുകന്റെ ഡയറി ഒരു ഓട്ടപ്പാച്ചിലാണ്. ഇല്ലായ്മയിൽ നിന്ന് കയറി വന്ന് എഴുത്തിന്റെ ലോകത്തിലേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാനായി പാടുപെടുന്നവൻ. അതിനിടയിൽ പ്രണയങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവരാലും ഒറ്റപ്പെട്ടവന്റെ ജീവിതത്തിലെ അത്താണിയായി എത്തുന്ന പ്രണയം. പക്ഷെ അവിടെയും അവന് തോൽക്കേണ്ടി വരുമോ? സ്നേഹിച്ചവൾക്ക് വേണ്ടി ഭ്രാന്തനെ പോലെ അലയുമ്പോഴും അവനൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അവളാകുന്ന പുഴയിൽ ഒന്ന് മുങ്ങി നിവരണമെന്ന് മാത്രം. ഇതിനിടയിൽ ഒരു കറുത്ത പുക അവനെ അസ്വസ്ഥനാക്കുന്നു. റാഷിദ് ബുർഹാൻ എഴുതിയ കാമുകന്റെ ഡയറി പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെട്ട ഒരു നോവൽ. എഡിറ്റിംഗ് ഭാഗത്തുണ്ടായ കുറച്ച് അപാകതകൾ ഒഴിച്ചാൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു നോവലാണ് കാമുകന്റെ ഡയറി. അപൂർണതയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ കഥയുടെ അവസാനം മറ്റൊരു പുസ്തകത്തിലൂടെ പൂർണ്ണത കൈവരിക്കുമെന്ന പ്രത്യാശയോടെ കാമുകന്റെ ഡയറി നിങ്ങൾ ഏവരിലേക്കും സമർപ്പിക്കുന്നു.